ചിക്കാഗോയിലെ ആ പ്രസംഗത്തിന് ശേഷം സ്വാമി വിവേകാനന്ദൻ വളരെ പ്രശസ്തനായി തീർന്നു. അമേരിക്കയിലെ തന്നെ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ അദ്ദേഹത്തെ കാണുവാനെത്തി. എല്ലാവരും അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആതിഥ്യമരുളാൻ. അങ്ങനെ ഒരു ദിവസം അമേരിക്കയിലെ തന്നെ ഒരു വലിയ കോടീശ്വരൻ അദ്ദേഹത്തിന് ആതിഥ്യമരളി. വൈകിട്ട് എല്ലാം സംസാരിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ച് കിടക്കാനായി വിവേകാനന്ദനെ വിട്ടു. ഒരു 11 മണി നേരത്ത് വിവേകാനന്ദൻ എന്ത് ചെയ്യുകയാണെന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. സപ്രപഞ്ചക്കട്ടിലിൽ നിന്നും താഴെ വെറും നിലത്ത് ഒരു തുണിക്കഷ്ണത്തിൽ ഉറങ്ങുന്ന വിവേകാനന്ദൻ. അതിഥിക്ക് എന്തോ സങ്കടം തോന്നി. തൻ്റെ ആതിഥ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്വാമിയെ വിളിച്ചുണർത്തി കാര്യം തിരക്കി. അപ്പോൾ സ്വാമി പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഇങ്ങനെയാണ് നിലത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ പാവപ്പെട്ട എൻ്റെ നാട്ടിലെ ജനങ്ങൾ നിലത്ത് കിടന്നുറങ്ങുമ്പോൾ എനിക്കെങ്ങനെ നിങ്ങൾ വിരിച്ച ഈ മെത്തയിൽ കിടന്നുറങ്ങാൻ സാധിക്കും?